അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം. സൂറത്തു സൽസല, ആറാമത്തെ സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമഇദി യസ്ദുറുന്നാസു അഷ്താതൻ ലിയുറൗ അഅമാലഹും. അന്ന് ജനങ്ങൾ ചിന്നിച്ചിതറിയ അവസ്ഥയിൽ തിരിച്ചുവരും, അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് കാണിക്കപ്പെടാൻ വേണ്ടി. യൗമഇദിൻ, അന്ന്, യസ്ദുറു തിരിച്ചുവരും, ചെല്ലും, അന്നാസു ജനങ്ങൾ, അഷ്താത്തൻ ചിന്നിച്ചിതറിക്കൊണ്ട്, ലിയുറൗ അവർ കാണിക്കപ്പെടാൻ വേണ്ടി, അഅമാലഹും അവരുടെ പ്രവർത്തനങ്ങൾ. നാളിൽ ജനങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സവിധത്തിൽ പരലോകത്ത് മഹ്ശറ സഭയിൽ എത്തുക എന്നാണ് ഈ സൂക്തം പറയുന്നത്. അന്ന് ജനങ്ങൾ ചിന്നിച്ചിതറിയ അവസ്ഥയിലാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരുക. ലോകത്തിൻ്റെ നാനാ കോണുകളിൽ നിന്ന്, വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് അവർ വരും. അവർ വരുന്നതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, അവർ ഒറ്റക്കൊറ്റക്കാണ് വരിക എന്നാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലഖദ് ജിഅ്തുമൂനാ ഫുറാദ കമാ ഖലഖനാകും അവ്വല മറ. ആദ്യം നിങ്ങളെ നാം എപ്രകാരമാണോ സൃഷ്ടിച്ചത്, അപ്രകാരം ഒറ്റക്കൊറ്റക്ക് നിങ്ങൾ നമ്മുടെ അടുക്കൽ വന്നു ചേരുമെന്ന്. മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, കുല്ലുഹും ആത്തിഹിം യൗമൽ ഖിയാമത്തി ഫർദാ. എല്ലാവരും അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒറ്റക്കൊറ്റയ്ക്ക് ചെല്ലേണ്ടതുണ്ട്. ഇങ്ങനെ ഒറ്റക്കൊറ്റക്ക് റബ്ബിൻ്റെ അടുക്കൽ എത്തുന്നതിനെ കുറിച്ചാണ് ഈ സൂക്തത്തിലെ പ്രസ്താവം എന്ന അഭിപ്രായത്തോടൊപ്പം അതല്ല, കൂട്ടങ്ങളായി, ചിന്നിച്ചെതിറിയ കൂട്ടങ്ങളായി അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നും അഭിപ്രായമുണ്ട്. സൂറത്തു നബയിൽ അള്ളാഹു പറയുന്നുണ്ട്, യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅ്തൂന അഫ്വാജ. അന്ന് കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ നിങ്ങൾ ഫൗജുകളായി, കൂട്ടങ്ങളായി അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിച്ചേരുമെന്ന്. കുടുംബക്കാരോ കൂട്ടുകാരോ നാട്ടുകാരോ ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരോ ആരുമില്ലാതെ റബ്ബിൻ്റെ മുന്നിൽ സ്വന്തം കർമ്മങ്ങളുമായി എല്ലാവരും എത്തിച്ചേരേണ്ടി വരും. ഈ ഭൂമിയിൽ മനുഷ്യനെ പിന്തുണച്ച ആരും അവിടെ പിന്തുണക്കാൻ കാണില്ല. ആർക്കും മറ്റൊരാളുടെയും സ്ഥിതിഗതികൾ അന്വേഷിക്കാനോ മറ്റൊരാളെ സഹായിക്കാനോ സാധ്യമാകില്ല. പരലോകത്ത് ജനങ്ങൾ അള്ളാഹുവിൻ്റെ സവിധത്തിൽ എത്തിച്ചേരുന്നത് ലിയുറൗ അഅമാലഹും അവരുടെ പ്രവർത്തനങ്ങളെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ലിയറൗ അവർ കാണാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. കാണണമെന്ന ആഗ്രഹം പ്രത്യേകിച്ചും നിഷേധികൾക്ക് ഉണ്ടാവുകയേയില്ല. സ്വന്തം കർമ്മങ്ങൾ കാണേണ്ടെന്നാണ് അവർ കരുതുക. അവർ അവരുടെ കർമ്മപുസ്തകം കയ്യിൽ കിട്ടുമ്പോൾ വിലപിക്കും, യാ ലൈതനി ലം ഊത കിതാബിയ, എനിക്കെൻ്റെ കർമ്മപുസ്തകം കിട്ടിയില്ലായിരുന്നുവെങ്കിലെന്ന്. യാ ലൈതഹ കാനത്തിൽ ഖാലിയ, ഭൂമിയിലെ ജീവിതത്തോടെ എന്നേക്കുമായി എല്ലാം തീർന്നിരുന്നെങ്കിൽ, അവസാനിച്ചിരുന്നെങ്കിലെന്ന്. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുക. അവരുടെ എല്ലാ കർമ്മങ്ങളും വള്ളി പുള്ളി വിടാതെ എല്ലാ സാക്ഷ്യങ്ങളോടെയും അവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടും. നിഷേധികളാണ് ഇത്തരത്തിൽ വിലപിക്കുക. അവരെത്ര വെറുത്താലും പ്രയാസപ്പെട്ടാലും അവരുടെ സകല കർമ്മങ്ങളെയും അവർക്ക് കാണിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്തി കൊടുത്ത ശേഷമാണ് അവർ അർഹിക്കുന്ന ശിക്ഷ അവർക്ക് നൽകുക. അവരുടെ പ്രവർത്തനങ്ങളെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ എന്നതിന് അവരുടെ പ്രവർത്തന ഫലങ്ങളെ കാണിച്ചു കൊടുക്കാൻ എന്നും വ്യാഖ്യാനിച്ചവരുണ്ട്. പ്രവർത്തനങ്ങൾ കാണിച്ച് ബോധ്യപ്പെടുത്തിയാണ് പ്രവർത്തന ഫലം നൽകുക. അതുകൊണ്ട് ഈ വ്യാഖ്യാനങ്ങളെല്ലാം സാധുവാണ്, ശരിയാണ്. യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. അള്ളാഹുവിൻ്റെ മുന്നിൽ അന്ന് നിങ്ങൾ ഹാജരാക്കപ്പെടും, പ്രദർശിപ്പിക്കപ്പെടും. ഒന്നും നിങ്ങളിൽ നിന്ന് അന്ന് മറഞ്ഞു കിടക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. തെളിഞ്ഞ പുസ്തകം പോലെ എല്ലാം അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കും. ആ കാണിച്ചു കൊടുക്കുന്നത് പോലും സത്യനിഷേധികൾക്ക് വലിയ ശിക്ഷയാണ്, വലിയ വേദനയാണ്. അവരൊരിക്കലും ഓർക്കാനോ കാണാനോ ഇഷ്ടപ്പെടാത്ത കർമ്മങ്ങളാണ് നിഷേധികളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ 3 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക. ذال ذال صاد صاد عين عين. യൗമഇദി യസ്ദുറു, തൻവീനിന് ശേഷം യാ വന്നിരിക്കുന്നു. സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം യാ, നൂന്, മീമ്, വാവ് ഈ അക്ഷരങ്ങളിൽ ഏത് വന്നാലും കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതണം. ഇദ്ഗാം ബിഗുന്ന. അന്നാസു, നൂൻ ഇരട്ടിച്ച് വന്നു, മണിച്ച് അഥവാ രാഗത്തോടെ ഓതുക. അഷ്താത്തൻ ലിയുറൗ, തൻവീനിന് ശേഷം ലാമ് വന്നിരിക്കുന്നു. സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ലാമോ റാഓ വന്നാൽ കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഓതണം. ഇദ്ഗാം ബിലാ ഗുന്ന. يومئذ يصدر الناس أشتاتا ليروا أعمالهم
يصدر الناس أشتاتا ليروا أعمالهم. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ നിലക്കും അനുഗ്രഹിക്കുമാറാവട്ടെ.